ഉപരോധത്തിനിടയിൽ ചൈനയുടെ എണ്ണ ടാങ്കർ ഹോർമിസ് കടലിടുക്കിലൂടെ കടന്നുപോയി. റിച്ച് സ്റ്റാറി എന്ന കപ്പലാണ് കടന്നുപോയത്. ഇറാനുമായുള്ള എണ്ണ ഇടപാടിന്റെ പേരിൽ US വിലക്ക് നേരിട്ട കപ്പലാണിത്. ഇറാൻ US സമവായ രണ്ടാം ഘട്ട ചർച്ച വ്യാഴാഴ്ചയെന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. MCA നാസർ ചേരുകയാണ് വിവരങ്ങളുമായി. MCA, നാവിക ഉപരോധം ഏർപ്പെടുത്തിയതിന് ശേഷം ചൈനയുടെ എണ്ണക്കപ്പൽ അതുവഴി കടന്നു പോകുന്നു. ചൈന പറയുന്നു, ഞങ്ങൾ ഇറാനുമായി വാണിജ്യ ഇടപാടുകളുണ്ട്, ഞങ്ങളുടെ കപ്പലിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, അതിൽ വേറെ ആരും ഇടപെടേണ്ടതില്ല എന്ന്. അപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കൻ നാവികസേന അവിടെ ഈ കപ്പലിനെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്കും കഴിയില്ല. എന്താണ് ഇപ്പോൾ ഹോർമുസിലെ അവസ്ഥ? അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട ചർച്ചയുടെ സാധ്യതകൾ എത്രത്തോളമുണ്ട്? അതും ഇസ്ലാമാബാദിൽ തന്നെയാകുമോ? മഹേഷ്, തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ചൈനയുടെ എണ്ണ ടാങ്കറാണ്. നേരത്തെ തന്നെ അമേരിക്കയുടെ ഉപരോധ പട്ടികയിലുള്ള ഒരു ടാങ്കർ കൂടിയാണ് വളരെ സുഗമമായിട്ട് ഹോർമുസ് കടന്ന് മുന്നോട്ട് പോയത്. കാരണം നേരത്തെ തന്നെ ചൈനയുടെ പ്രതിരോധ മന്ത്രി വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകിയിരുന്നു. തങ്ങളുടെ എണ്ണ ടാങ്കറിന് നേരെയോ മറ്റോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നീക്കങ്ങളുണ്ടായി അതിശക്തമായി തന്നെ നേരിടുമെന്നൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് ഈ കപ്പൽ സുഗമമായിട്ട് തന്നെ ഹോർമുസ് കടന്നത്. അതിന് പിന്നാലെ ഇപ്പൊ 2 കപ്പലുകൾ കൂടി, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകൾ കൂടി ഹോർമുസിലേക്ക് കടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും അർത്ഥത്തിൽ ആ കപ്പലുകൾ ആക്രമിക്കാനോ തടയാനോ ഉള്ള ഒരു നീക്കം പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത്. കാരണം പിന്നെ ഒരു കൂടുതൽ വ്യാപ്തിയുള്ള ഒരു ആക്രമണ പരമ്പരകളിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ വളരെ കരുതലോടുകൂടി മാത്രമാണ് അമേരിക്കൻ കപ്പലുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 15ഓളം പടക്കപ്പലുകളാണ് അമേരിക്ക മാത്രം ഹോർമസിന്റെ പ്രദേശങ്ങളിലായിട്ട്, ഹോർമസ് ഏരിയയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും അതിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പിന്നെ തമ്പടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഒരു തുറന്ന ഒരു ഏറ്റുമുട്ടലിനുള്ള അവസരങ്ങൾ പരമാവധി ഒഴിവാക്കാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് ഈ കപ്പലുകളുടെ കടന്നുപോക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ രണ്ടാം വട്ട ചർച്ചയ്ക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ വളരെ ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചർച്ചയുടെ തീയതിയും സമയവും ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ ആഴ്ച തന്നെ ചർച്ച നടക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ പാകിസ്ഥാനും സ്ഥിരീകരണം നൽകുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു. കാരണം ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ടുവെങ്കിൽ പോലും എത്രയും പെട്ടെന്നൊരു കരാറിലേക്ക് എത്താനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഈജിപ്ത്, തുർക്കി, പാകിസ്ഥാൻ എന്നീ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിലെ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയും അതിനുള്ളതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഈ പ്രതിസന്ധി സങ്കീർണമാക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമസ് വഴി ഞങ്ങൾ അറിയാതെ ഒരു കപ്പലും പോകില്ല, അല്ലെങ്കിൽ അതുവഴി വരുന്ന കപ്പലുകൾ, കരം കൊടുത്തു പോകുന്ന കപ്പലുകൾക്ക് അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ ഒരു സുരക്ഷയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവിടെ നാവിക ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക ഏതാണ്ട് 24 മണിക്കൂർ പിന്നിട്ടു ആ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നാവിക ഉപരോധം ജലരേഖയാകുന്നതല്ലേ നമ്മൾ കാണുന്നത്? കപ്പലുകൾ ഇപ്പോഴും യഥേഷ്ടം അതുവഴി കടന്നു പോകുന്നതിന്റെ സൂചനകൾ കൂടിയല്ലേ ചൈനീസ് കപ്പൽ അതുവഴി കടന്നു പോകുന്നത് വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്? പക്ഷേ തീർച്ചയായിട്ടും, പക്ഷേ ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. കാരണം അവരുടെ പടക്കപ്പലുകൾ പല മേഖലകളിലും അവർ വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ F-35 വിമാനങ്ങൾ, പോർവിമാനങ്ങൾ ഉൾപ്പെടെ അവർ സംവിധാനിച്ചതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒരു കപ്പലും പുറത്ത് പിന്നെ ആ ഭാഗത്തുകൂടി തങ്ങളുടെ അനുമതി കൂടാതെ പോകില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് വളരെ സുഗമമായി തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു ചൈനയുടെ കപ്പൽ വളരെ സുഗമമായിട്ട് തന്നെ ഹോർമുസ് കടന്നത്. അതുമാത്രമല്ല, നേരത്തെ ഇറാനിൽ നിന്ന് എണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് ഇതേ കപ്പലിന് അമേരിക്ക ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു കപ്പൽ കൂടിയാണിത്. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സംഘർഷം നിലനിൽക്കുന്ന ഘട്ടത്തിലും പോയിട്ടുണ്ട് എങ്കിൽ ചൈനയുമായിട്ടൊരു തുറന്ന പോര് തൽക്കാലം വേണ്ടതില്ല. അത്തരം നീക്കങ്ങൾ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന തിരിച്ചറിവ് അമേരിക്കൻ സൈന്യത്തിന് കൂടി ഉള്ളത് കൊണ്ടായിരിക്കണം വളരെ മൗനം പാലിച്ചുകൊണ്ട് തന്നെ ഈ കപ്പൽ കടന്നു പോയിക്കോട്ടെ. ഒരു കാര്യം കൂടി, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് വേണമെങ്കിൽ ഞങ്ങൾ സൂക്ഷിക്കാം, ഞങ്ങളത് വാങ്ങാം എന്ന് റഷ്യ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അക്കാര്യം വ്ളാഡിമിർ പുടിൻ തന്നെ നേരിട്ട് ഇറാനെ അറിയിക്കുകയായിരുന്നോ?
പക്ഷേ നേരത്തെ തന്നെ റഷ്യ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരുന്നു. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം ഏതെങ്കിലും ഒരു രാജ്യത്തിന് കൈമാറണമെന്ന ഒരു നിർദ്ദേശം അമേരിക്ക നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. ആ ചർച്ച മുന്നോട്ട് പോകാൻ അത് അനിവാര്യമാണ് എന്ന കണ്ട ഒരു ഘട്ടത്തിലായിരുന്നു അത്. പക്ഷേ ആ ഒരു നീക്കത്തോട് ഇറാന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം ലഭിച്ചില്ല. പക്ഷെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു സംഘർഷം ഹോർമുസിലേക്ക് കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് റഷ്യൻ വക്താവാണ് ഔദ്യോഗികമായിട്ട് തങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ച ആ വാഗ്ദാനം ഇപ്പോഴും മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന നിലക്കുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഇറാന്റെ ഭാഗത്തുനിന്നോ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം ലഭിച്ചിട്ടില്ല. ഏതാണ്ട് 450 കിലോഗ്രാം തൂക്കത്തോളമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ഇപ്പോൾ ഇറാന്റെ പക്കലുള്ളത്. അത് ഇറാനിൽ നിന്നും മാറ്റണമെന്ന ചർച്ചയുടെ പല ഘട്ടങ്ങളിലും അമേരിക്ക ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും അക്കാര്യത്തിൽ ഒരു നിലക്കുള്ള ഒരു ഒത്തുതീർപ്പിനും തങ്ങൾ ഒരുക്കമല്ല എന്ന നിലപാടാണ് ഇസ്ലാമാബാദ് ചർച്ചയിലും ഇറാൻ സ്വീകരിച്ചത്. ഇനി പുതിയ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നീക്കുപോക്കിന്റെ ഭാഗമായിട്ട് റഷ്യയുമായിട്ടുള്ള ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരമാണ് ലക്ഷ്യമെങ്കിൽ ഒരുപക്ഷെ ഇറാൻ അത് അംഗീകരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച് ഇനിയും ഉണ്ടായിട്ടില്ല. മഹേഷ്, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലും ഹോർമസിലൂടെ കടന്നു പോകില്ല എന്ന് പറഞ്ഞ് അമേരിക്ക നാവിക ഉപരോധം ഏർപ്പെടുത്തിയ ഹോർമസ് കപ്പൽ ചാലിലൂടെ ചൈനയുടെ റിച്ച് സ്റ്റാറി എന്ന് പറയുന്ന എണ്ണക്കപ്പൽ കടന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് ഇറാന്റെ കൈവശത്ത് നിന്ന് എന്ന് റഷ്യ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. രണ്ടാം ഘട്ട ഇറാൻ അമേരിക്ക ചർച്ച നടക്കാനുള്ള സാധ്യതയേറുകയാണ്. വ്യാഴാഴ്ച പാകിസ്ഥാൻ പറയുന്നു ഞങ്ങൾ തയ്യാറാണ് ഇവിടെ വെച്ച് നടത്താനെന്ന്.